എന്നിൽ നിന്ന് ഓരോന്നായിട്ട് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. മകന്റെ സ്ഥാനം പോയി. ഇപ്പോ എല്ലാവരുടെ സ്നേഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഇനി എന്തൊക്കെ ഇല്ലാതാവുമെന്തോ. ഇത്രയും നാളും ജോലിക്കാരനെ പോലെ നിലത്തിരുന്ന് തിന്നവൻ ഇപ്പോ എന്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ മാത്രമായി. അവന് വാരിക്കൊടുക്കാനും ആളായി. ഇല്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എല്ലാവരുടെ ശ്രദ്ധ എന്നിലേക്ക് തിരിക്കണം. എല്ലാവരും എന്നെക്കുറിച്ച് മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ ഇപ്പൊ ചെയ്യാ? ത്രിവിക്രം, എന്താ മോനെ നീ ആകെ ഡള്ളായിട്ടിരിക്കുന്നു? ഭക്ഷണവും മര്യാദയ്ക്ക് കഴിച്ചില്ല. എന്ത് കാര്യമാണെങ്കിലും നീ എന്നോട് പറ. അല്ല, അത് പിന്നെ ഡാഡ് സോറി. എന്താടാ നിർത്തിക്കളഞ്ഞ്? മോനെ, ഞാൻ നിനക്ക് ജന്മം നൽകിയില്ലെന്നേ ഉള്ളൂ. നീയും എന്റെ മോൻ തന്നെയാടാ. ഡാഡിയും തന്നെ വിളിച്ചാ മതി. വിളിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. എന്താടാ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? സങ്കടം വരാൻ ആരും ഒന്നും പറയണമെന്നില്ലല്ലോ. എല്ലാവരുടെ പെരുമാറ്റം മാത്രം പോരെ. ആരാ നിന്നോട് അങ്ങനെ പെരുമാറിയത്? ഇത്രയും കാലം എന്റെ മാത്രം ലോകമായിരുന്നു അത്. എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആരും എന്റെ കൂടെ ഇല്ലാത്ത പോലെ തോന്നുന്നു. ഇത്രയും കാലം ഞാൻ ഡാഡി എന്നല്ല വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുന്നില്ല. ഡാഡിയും തന്നെ വിളിക്കടാ. അങ്ങനെ വിളിക്കാനല്ലേ ഞാനും പറഞ്ഞത്. എന്നോട് വിളിക്കാൻ പറഞ്ഞ ഞാൻ വിളിക്കുകയും ചെയ്യും. പക്ഷെ ആ വിളി ശരിക്കും പൂർണ്ണമാകണമെങ്കിൽ അത് മനസ്സറിഞ്ഞ് ഞാൻ വിളിക്കണ്ടേ. എനിക്കെന്തോ എല്ലാം നഷ്ടപ്പെടുന്ന പോലെ തോന്നുക. എന്നിൽ നിന്ന് എല്ലാവരും അകന്നു പോവാ. നോ 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 അതിനൊരു സാധ്യതയില്ല മോനെ. 23 വർഷങ്ങൾ നീ എന്റെ മകനായി തന്നെയാ വളർന്നത്. ഇപ്പൊ ഇവിടേക്ക് തൃശ്ശൂർ വന്നെങ്കിലും നിന്റെ സ്ഥാനത്തിന് ഒട്ടും കുറവ് വരാൻ പോകുന്നില്ല. നീയും എന്റെ മോൻ തന്നെയല്ലേടാ. തൃശ്ശൂരും പറഞ്ഞതല്ലേ നീ ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന്. സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാന്നറിയാം. പക്ഷെ സിറ്റുവേഷൻ ഇതൊന്നും അല്ല. ഇവിടെ മകന്റെ സ്ഥാനം നഷ്ടപ്പെട്ട പോലെ എനിക്ക് പതുക്കെ പതുക്കെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിനക്കൊന്നും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പറയടാ, എന്താ നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഞാനില്ലേടാ ഇവിടെ. നഷ്ടപ്പെട്ടെന്താന്ന് ചോദിച്ചാ അത് ശിവാനി. ശിവാനിയോ? ഞാൻ ഇവിടുത്തെ മകനല്ലെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഞാനിപ്പോ പണക്കാരനല്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ അവളെ ശരിക്കും നോക്കുമെന്നുള്ള ഭയത്തില് അവൾ എന്നിൽ നിന്ന് അകന്നു പോകുന്ന ഇപ്പൊ ഞാൻ പേടിക്കുന്നത്. ഞാൻ ശിവാനി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളെ എനിക്ക് നഷ്ടമായ ഞാൻ ഒറ്റയ്ക്കായി പോവും. എന്റേതെന്ന് പറയാൻ ഇപ്പൊ ആരുമില്ല. ആരുമില്ല, എനിക്ക് ആരുമില്ല. നീ എന്തിനാ വെറുതെ ഓരോന്നാലോചിച്ച് തലമുണ്ടാക്കുന്നേ? ശിവാനി അങ്ങനൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവളെങ്ങനെ ചിന്തിച്ച ഒരുപക്ഷെ അവൾ എന്നെ വിട്ടുപോയാ? ത്രിവിക്രം, കൊച്ചു കുട്ടികളെ പോലെ ചിന്തിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. ഇപ്പൊ എന്താ വേണ്ടേ? നിനക്ക് ശിവാനിയെ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. അവളെ തന്നെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. സത്യമാണോ? സത്യമാണ് ഈ പറഞ്ഞത്? ഞാൻ തന്നെ മുൻകൈ എടുത്ത് നിന്റെ കല്യാണം നടത്തി തരാം, പോരെ? സത്യമായിട്ട് നടത്തി തരൂ? ഡാ, നിന്റെ കാര്യം കൊണ്ട് വലിയ കഷ്ടമായിരിക്കണല്ലോ. നടക്കാത്ത കാര്യങ്ങൾ ഞാൻ പറയാറുണ്ടോ? അല്ല, എപ്പ നടത്താനാ പ്ലാൻ? അവളോട് നീ ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ, ഞാനിപ്പോ തന്നെ ഫോൺ ചെയ്യാം. അതെ, വീട്ടിലുള്ളവരെ എല്ലാം ഇവിടെ വിളിച്ചു വരുത്തി എന്താ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നേ? ദിഗ്വിജയ, എന്താ മോനെ കാര്യം? ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടമ്മേ. അളിയ അളിയൻ എന്തോ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴേ അദ്ദേഹത്തിനകത്തൊരു പെടച്ചിലാണ്. എന്റെ കാര്യമൊന്നും അല്ലല്ലോ അല്ലേ? അളിയ, ഞാൻ ശരിക്കും ഈ ചേച്ചിയുടെ അനിയൻ തന്നെയാ. സ്വന്തം അനിയൻ, കൂടെപ്പിറപ്പ്, അതിലൊരു ഡൗട്ടും വേണ്ട. ഗോവിന്ദ, അസമയത്തുള്ള നിന്റെ തമാശ നിർത്തുന്നുണ്ടോ? അതെ, എന്താ കാര്യമെന്ന് പറ. ത്രിവിക്രം, ഡാഡി, ഞാൻ വിളിച്ചിരുന്നു. ഇപ്പൊ വരാന്നാ പറഞ്ഞേ.
അതെ, ആളെത്തി. ഹായ് ശിവാനി. ഹായ്. എന്താ വീട്ടിലുള്ള എല്ലാരും ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിട്ടുണ്ടല്ലോ? എന്താ വിശേഷം? ത്രിവിക്രം വിളിച്ചിട്ട് അങ്കിളിന് എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. സംസാരിക്കാനുണ്ട് മോളെ, നീ ഇങ്ങോട്ടിരിക്കും. വാ മോളെ. ദമയന്തി, ശിവാനിക്ക് കുടിക്കാൻ ജ്യൂസ് എടുത്തുണ്ടോ? അയ്യോ, അതൊന്നും വേണ്ട. നിങ്ങൾ എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോ ജ്യൂസ് കുടിക്കാനൊക്കെ പറഞ്ഞ എങ്ങനെയാ കുടിക്കാൻ പറ്റുക? അതെനിക്ക് മനസ്സിലായി, ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ആൾ ഇങ്ങോട്ട് വരാനുണ്ട്, അദ്ദേഹത്തെ കാത്തിരിക്കാൻ. പ്രധാനപ്പെട്ട ആളോ? അതാരാ മുതലാളി? എന്നോട് പറഞ്ഞതേയില്ല. അദ്ദേഹം വന്നു കഴിയുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും. അച്ഛൻ എന്ത് പറയാൻ വേണ്ടിയാ പോകുന്നത്? ശിവാനി ഇവിടേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. ഇനി ആരാണ് വരുമെന്ന് പറയുന്നത്? എന്ത് കാര്യമായിരിക്കും? ഓ, ഞാൻ കാത്തിരുന്ന ആള് വന്നല്ലോ. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഇരുന്നാട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, സുഖമായിരുന്നു. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? നിന്റെ തീരുമാനം കേൾക്കാൻ വേണ്ടിട്ട് എല്ലാരും കാത്തിരിക്കാണെന്ന് തോന്നുന്നു. അതെ തിരുമേനി. തിരുമേനി, എന്റെ മകൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തിയ. പക്ഷേ ഇതുവരെ എന്താ കാര്യമെന്ന് ഇവൻ പറഞ്ഞിട്ടില്ല. പറയൂ ദിഗ്വിജയ, നല്ല സമയാണിത്, പറഞ്ഞോളൂ. അത് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്റെ തീരുമാനം ഇവിടെയുള്ളവരെല്ലാം സന്തോഷിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, എന്നാലും കുറച്ചു നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നൊരു കാര്യമാണ്. രണ്ട് മനസ്സുകൾ തമ്മിൽ ഒന്നായി തീരേണ്ട ഒരു കാര്യം. എത്രയും വേഗം ശിവാനിയെയും നമ്മുടെ ത്രിവിക്രമനെയും ഒരുമിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നല്ലൊരു കാര്യം നിങ്ങൾ പറഞ്ഞത്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ശിവാനി, ശരിയായ സമയത്താണ് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തതെന്നാണ് എന്റെ വിശ്വാസം. സന്തോഷമായില്ലേ? അങ്കിൾ, സന്തോഷം. ജാതകം ദിഗ്വിജയ, ഞങ്ങളൊന്നും അറിയാതെ കല്യാണക്കാരും അങ്ങ് ശരിയാക്കിയല്ലോ. അമ്മേ, ഇത് ഞാൻ ചെയ്യേണ്ട എന്റെ കടമയല്ലേ അമ്മേ? താങ്ക്സ് ഡാഡി. താങ്ക്സ് ഒക്കെ എന്തിനാടാ? നീ ആഗ്രഹിച്ചതുപോലെ ശിവാനിയെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ പോവാ. ഇനിയെങ്കിലും കുറച്ച് സന്തോഷമായിട്ടിരിക്കടാ. ജാതകപ്രകാരം ഒരു മുഹൂർത്തം കഴിഞ്ഞാൽ 8 മാസത്തേക്ക് പിന്നെ വേറെ മുഹൂർത്തമൊന്നുമില്ല. കല്യാണത്തിന് കുറച്ച് സമയമെടുക്കും. തിരുമേനി എന്തായി പറയുന്നത്? 8 മാസത്തേക്കിന് മുഹൂർത്തം ഇല്ലെന്നോ? അത് കുറച്ച് നീണ്ടുപോയില്ലേ തിരുമേനി? തിരുവനി ഒരു മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെപ്പോഴാ? ഇന്നേക്ക് 15-ാം ദിവസം ഒരു നല്ല മുഹൂർത്തമുണ്ട്. ഇനി വെറും 15 ദിവസോ? തിരുമേനി, ഇത് വളരെ അടുത്തു പോയല്ലോ. ആ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ വേറെ മുഹൂർത്തം ഇല്ല. അതുമാത്രമല്ല, ത്രിവിക്രമന്റെ ജാതകത്തിൽ ഒരു ചെറിയ ദോഷവും കാണുന്നുണ്ട്.
ഈ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ മംഗല്യോഗം എന്ന് പറയണത് വളരെ കഷ്ടായിരിക്കും. ആ മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താൻ തിരുമേനി. അതല്ലെന്നേ, ഈ 15 ദിവസത്തിനുള്ളിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അതെ ദിഗ്വിജയ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ സമയം വളരെ കുറവാണല്ലോ നമുക്ക്. അതോർത്ത് ആരും പേടിക്കണ്ട. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ തൃശ്ശൂലുണ്ടല്ലോ ഇവിടെ. അവൻ നോക്കിക്കോളൂ, അല്ലേ തൃശ്ശൂർ? ശിവാനിയുടെയും ത്രിവിക്രമന്റെയും കല്യാണം അടിപൊളിയാക്കണം നമുക്ക്. ഈ കനകദുർഗയില് എല്ലാവരും ഞെട്ടണം. മനസ്സിലായില്ലടാ? ഡാഡിയുടെ തീരുമാനം സൂപ്പർ. തൃശ്ശൂർ മുമ്പിൽ തന്നെ ഉണ്ടെങ്കിൽ എന്റെ ശിവാനിയുടെ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടക്കും. ശിവാനി, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായില്ലേ? ഇനി എത്രയും വേഗം നിന്റെ അച്ഛനെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. അങ്കിൾ, അത് എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി മോളെ. നന്ദീശ, മധുമതി, ഞാനെടുത്ത ഈ തീരുമാനം ശരിയാണല്ലോ അല്ലേ? എന്തായാലും നന്നായി മുതലാളി, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സന്തോഷമായി. ഗുഡ്. ഔ, എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു കിട്ടിയാ മതിയായിരുന്നു. ത്രിവിക്രം, ശിവാനി, രണ്ടുപേരും ആശീർവാദം വാങ്ങിച്ചോളൂ. ഏയ് നിക്ക് നിക്ക് നിക്ക്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ചെന്ന് അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാം. ഇത്രയും നാള് കല്യാണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. ഇനിയുള്ള കഷ്ടപ്പെടൽ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരിക്കും. അങ്ങളെ, ശിവാനി അങ്ങനത്തെ ആളല്ല. എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നീ ഇത്ര പെട്ടെന്ന് തന്നെ നിന്റെ ഭാര്യയുടെ സൈഡ് പിടിച്ചോ? നടക്കട്ടെ നടക്കട്ടെ. കനികേ, സ്വീറ്റ്സ് എടുത്തോണ്ട് വാ, എന്നിട്ട് എല്ലാവർക്കും കൊടുക്ക്. ശിവാനി, ത്രിവിക്രം, വാ ഇവിടെ ഇരിക്കും. ബ്രോ, നീ ഇവിടെ ഇരിക്കായിരുന്നു. നീ എന്താടാ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്? നീ സ്വീറ്റ്സ് ഒന്നും കഴിച്ചില്ല? ഈ സ്വീറ്റ്സ് കഴിക്ക്. വേണ്ട, എനിക്ക് വേണ്ട. ബ്രോ, വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? എന്റെ ശിവാനിയുടെ കല്യാണം ഫിക്സ് ചെയ്ത ദിവസമല്ലേ? ഈ സമയത്ത് ഞാൻ എന്തുമാത്രം ഹാപ്പിയാന്ന് നിനക്കറിയോ? നീ ഈ സ്വീറ്റ്സ് കഴിച്ചേ പറ്റുള്ളൂ. ശരി, ഞാൻ തന്നെ എടുത്തുതരാം. വാ തുറക്ക് ബ്രോ. ഇല്ല, കഴിക്ക് ബ്രോ. ബ്രോ, എനിക്ക് ഇത്രയും സന്തോഷം തോന്നാൻ കാരണം എന്താണെന്നറിയോ? എന്റെയും ശിവാനിയുടെയും കല്യാണം കഴിഞ്ഞ പോലെ ഫീൽ എനിക്കിപ്പോ തോന്നുന്നത്. എന്റെ ഇപ്പോഴത്തെ സന്തോഷം പറയാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ബ്രോ. എന്താ ബ്രോ, നീ വിഷമിച്ചിരിക്കുന്നുണ്ട്? നിനക്ക് സന്തോഷായില്ലേ? ഐ നോ. ഇവിടെയുള്ള എല്ലാവരെക്കാളും കൂടുതൽ സന്തോഷം നിനക്കായിരിക്കും.
അല്ലേ? അമറേ ബ്രോ, എനിക്ക് കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ ശിവാനി എന്റെ വൈഫായിട്ട് മാറും. അതിനുശേഷം ഞങ്ങൾക്കിടയിൽ ആരും ഉണ്ടാവില്ല. ശരിയല്ലേ? പിന്നെ ഇത്രയും നാള് ഞാനും ശിവാനി ലവേഴ്സ് ആയിരുന്നു. പുറത്തങ്ങനെ ചുറ്റി നടക്കാനും പറ്റിയിട്ടില്ല. എല്ലാത്തിനും വീട്ടുകാരുടെ പെർമിഷൻ വേണമായിരുന്നു. കല്യാണം കഴിഞ്ഞ പിന്നെ അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഞാൻ അതും കൂടി പറയാനാ വന്നേ. ബ്രോ, ഞാൻ നല്ലൊരു ഐഡിയ പറയട്ടെ. ഞങ്ങളുടെ കല്യാണത്തിന് കൂടെ നിന്നെ കൂടെ നടത്തിയാലോ? നിന്റെ ലവർ ആരാന്ന് എന്നോട് പറ. ഞാൻ ഡാഡിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരേ മണ്ഡപത്തിൽ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താലോ? എന്തു പറയുന്നു ബ്രോ? വേണ്ട. ബ്രോ എന്താ വേണ്ടാന്ന് പറഞ്ഞേ? നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിന്റെ ലവർ ആരാന്ന് പറ ബ്രോ. ബ്രോ, നീ ഇങ്ങനെ ലേറ്റ് ആക്കിയ ആ പെൺകുട്ടിയെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോണ്ട് പോയാൽ നീ എന്ത് ചെയ്യും ബ്രോ? അതുകൊണ്ട് നീ എന്നോട് ആരാന്ന് പറ. ഞാനത് ഇവിടെ പറഞ്ഞ് എല്ലാം ശരിയാക്കി തരാം. പ്ലീസ് ബ്രോ, ആ ടോപ്പിക് എന്തായാലും വിട്ടേക്ക്. അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. എന്താ ബ്രോ? അപ്പൊ ആ പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടമല്ലേ? അവള് വേറെ ആരെങ്കിലും? ആ ടോപ്പിക് വേണ്ടാന്ന് പറഞ്ഞില്ല ഞാൻ. എന്നെ വിട്ടേക്ക്. ഹേ ബ്രോ, ഞാൻ പറയട്ടെ ബ്രോ. നിന്റെ ലവർ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. അത് നീ എന്നോട് പറയില്ല എന്നും അറിയാം. എന്താന്ന് വെച്ചാ നീ പ്രേമിക്കുന്ന പെണ്ണിന് തന്നെയാടാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. തൃശൂൽ, ശിവാനി നിന്നെ വിട്ട് എന്നേക്കുമായി പോകാൻ പോവാ. തൃശൂൽ, ഇനി മുതൽ നീ ഓരോ നിമിഷവും നീറി നീറി ജീവിക്കണം. അതാണ് എന്റെ ടാർഗറ്റ്. മഹാദേവ, അവസാനം എന്റെ പ്രണയം നിനക്ക് മനസ്സിലായല്ലോ. എന്നെ ആദിശേഷനെ ഒന്ന് ചേർക്കുകയാണല്ലോ. എനിക്ക് എത്ര സന്തോഷമായി എന്നറിയോ? ഈ സന്തോഷം എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞേ മതിയാകും. ആരോടെ ഇതൊന്നും ഞാൻ പറയാ? തൃശൂൽ, അവനിത് എവിടെയുള്ളത്? തൃശൂൽ, തൃശൂൽ. ഇന്നല്ലെങ്കിൽ നാളെ ശിവാനിക്ക് എന്റെ പ്രണയം മനസ്സിലാവുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ ഇപ്പോഴും ത്രിവിക്രമന്റെ കൂടെ അച്ഛൻ കല്യാണം ഫിക്സ് ചെയ്തു. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ശിവാനിക്ക് എന്തുകൊണ്ട് എന്റെ പ്രണയം മനസ്സിലാവാത്തത്? തൃശൂൽ, തൃശൂൽ, ഞാൻ എത്ര സന്തോഷത്തിലാണെന്നറിയാം ഇപ്പോ. ലോകം മുഴുവൻ കീഴടക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, അത്രയും സന്തോഷത്തിലാ ഞാനിപ്പോ ഉള്ളത്. ഞാനിപ്പോ വിജയിച്ചതുപോലെ ആയില്ലേ. രാജ്യം രാജാവ് നേടുന്നത് പോലെ ഞാനിപ്പോ എന്റെ പ്രണയം നേടി. ഇതെന്റെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു എന്നറിയോ? എന്റെ ആഗ്രഹവും എന്റെ സ്വപ്നവും എല്ലാം നടക്കാൻ പോവാ. ത്രിവിക്രമമായിട്ട് എന്റെ കല്യാണം നടക്കാൻ പോവാ. തൃശൂൽ, തൃശൂൽ, ഇനി 15 ദിവസം കഴിഞ്ഞ ഞാൻ ഈ വീട്ടിലേക്ക് വരും. ആലോചിക്കുമ്പോ എന്ത് സന്തോഷാന്നറിയോ? നിന്റെ സന്തോഷത്തിന് നീ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ച? അത് എന്റെ സന്തോഷം ആരോടെ വന്ന് ഷെയർ ചെയ്യാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ എന്റെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് ആദ്യം നിന്നോട് തന്നെ വന്ന് പറഞ്ഞത്. എന്താ തൃശ്ശൂർ ഇങ്ങനെ ചിരിക്കുന്നെ? ശിവാനി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? നിന്റെ മനസ്സിൽ എന്നോട് ശരിക്കും ഇഷ്ടമില്ലേ? നീ ഇത് വീണ്ടും തുടങ്ങിയോ? തുടങ്ങിയത് ഞാനല്ല, എന്നെ പ്രേമിച്ച് തുടങ്ങിയത് നിന്റെ ഹാർട്ട് തന്നെയാ. തൃശൂൽ,
ഒച്ച വെച്ചും വഴക്കിട്ടും നിന്റെ ഹൃദയത്തിന്റെ വാക്ക് കേട്ടില്ലാന്ന് നടിക്കണ്ട. നിനക്ക് ശരിക്കും എന്നോട് പ്രണയം ഇല്ലായിരുന്നെങ്കിൽ പിന്നെന്തിനാ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചേ?